കാലവർഷക്കെടുതികൾക്ക് പിന്നാലെ ഏലച്ചെടികൾക്കുണ്ടാകുന്ന വിവിധ രോഗബാധകളും കർഷകർക്ക് തിരിച്ചടിയായി മാറുന്നു. വേരിച്ചിയൽ, അഴുകൽ എന്നിവയ്ക്ക് പുറമെ മൂപ്പത്താത്ത കായ്കൾ പഴുത്തു കൊഴിഞ്ഞു പോകുന്നതും കാർഷിക മേഖലയ്ക്ക് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്. ഇത്തവണത്തെ കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ എത്തിയ ശക്തമായ കാറ്റിൽ വലിയ തോതിൽ ഏലച്ചെടികൾ ഒടിഞ്ഞ് നശിച്ചിരുന്നു. മെച്ചപ്പെട്ട രീതിയിൽ ഉൽപാദനം ആരംഭിച്ചു വന്ന സമയത്താണ് കാറ്റ് കനത്ത പ്രഹരമേൽപ്പിച്ചത്. കാറ്റിൽ ഒടിയാതെ നിന്ന ഏലത്തട്ടകൾ ഉലഞ്ഞ് ചുവട് ഇളകിയതോടെ മഴവെള്ളം ഇറങ്ങി വേരും തട്ടയും അടക്കം ചീഞ്ഞു പോകുന്നത് വ്യാപകമായിരിക്കുകയാണ്. ഏലച്ചെടിയും മൂപ്പെത്താത്ത കായ്കളും ഉൾപ്പെടെ പഴുപ്പ് ബാധിച്ച് കായ്കൾ കൊഴിഞ്ഞു പോകുന്ന സാഹചര്യമാണ് വ്യാപകമായി ഉള്ളത്. മിക്ക ഏലത്തോട്ടങ്ങളിലും ഇപ്പോൾ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിളഞ്ഞ ഏലക്കായ്ക്കൊപ്പം വിളവാകാത്ത കായ്കളും പഴുത്ത് കൊഴിഞ്ഞു വീഴുന്നതോടെ അടുത്ത ഘട്ടം വിളവെടുപ്പിനെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. കാറ്റത്ത് ഏലത്തട്ടകൾ ഒടിഞ്ഞു വീണ തോട്ടങ്ങളിൽ മഴയ്ക്ക് ശേഷം വളപ്രയോഗം നടത്തി പുതിയ തട്ടകൾ മുളപ്പിച്ച് എടുക്കാനുള്ള അധ്വാനത്തിലാണ് കർഷകർ. എന്നാൽ അഴുകൽ അടക്കമുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്നതിനാൽ രാസവളം പ്രയോഗിക്കുന്നതും തിരിച്ചടിയാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാലവർഷം തുടരുമെന്ന് മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ കൃഷിയിടങ്ങളിൽ കാര്യമായ ജോലികൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യവും നിലനിൽക്കുന്നു. ന്യൂസ് ബ്യൂറോ, അണക്കര.